ഫ്രോസൺ ഷോൾഡറുള്ള ഒരുപാട് പേഷ്യൻസ് നമ്മുടെ അടുത്ത് പറയുന്ന കംപ്ലൈൻറ്റ് കുറേ കാലമായി ഫിസിയോതെറാപ്പി ചെയ്യണം എന്നിട്ട് വലിയ വ്യത്യാസമൊന്നും വന്നില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫിസിയോതെറാപ്പി മാത്രമല്ല നിങ്ങളുടെ ഒരു സൊല്യൂഷൻ. അപ്പോൾ എല്ലാ പേഷ്യൻറ്റും ഫിസിയോതെറാപ്പി ഒരേപോലെ എഫക്റ്റീവ് ആവണമെന്നില്ല. ഫ്രോസൺ ഷോൾഡറിൻ്റെ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ ആ ഫ്രോസൺ ഷോൾഡർ ഇപ്പോൾ ഏത് സ്റ്റേജിലാണെന്നനുസരിച്ച് അതിനനുസരിച്ച് വേണം എടുക്കാനായിട്ട്. നമ്മൾ 3 സ്റ്റേജസ് ഉണ്ട് ഫ്രോസൺ ഷോൾഡറിന്. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിലാണെങ്കിൽ നമുക്ക് വരുന്നത് അവിടെ ഇൻഫ്ലമേഷനും ഒക്കെ കൂടി നിൽക്കുമ്പോൾ നമുക്ക് പെയിൻ അധികമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ നീർക്കെട്ടും ഇൻഫ്ലമേഷനും സബ്സൈഡ് ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം. കൂടെ തന്നെ നിങ്ങൾക്ക് ഫിസിയോതെറാപ്പിയും കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. അതായത് നമ്മുടെ റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസും മറ്റുമൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഫ്രോസൺ സ്റ്റേജ് ആയി എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഫിസിയോതെറാപ്പി മാത്രം കൊണ്ട് ഫുൾ ക്യാപ്സുലർ സ്ട്രെച്ചിങ് കിട്ടണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്ത് അതിൻ്റെ കൂടെ തന്നെ ഫിസിയോതെറാപ്പി ചെയ്താലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പെയിൻ മാറുകയും നിങ്ങളുടെ കൈയുടെ ജോയിൻറ്റ് മൊബിലിറ്റി ഇൻക്രീസ് ആവുകയും ചെയ്യേണ്ടത്. ഇനി ചിലർക്കിൽ ഫിസിയോതെറാപ്പിയും മെഡിക്കേഷനിലും എഫക്റ്റീവ് ആവാതെ വരുന്നവരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരിൽ നമുക്ക് ഹൈഡ്രോ ഡയലേഷൻ അല്ലെങ്കിൽ ന്യൂറോ മോഡുലേഷൻ പോലെ തെറാപ്പീസ് ചെയ്തതിന് ശേഷം എക്സസൈസും ഫിസിയോതെറാപ്പിയും ചെയ്താലാണ് നമുക്ക് ഫ്രോസൺ ഷോൾഡറിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഫുൾ ആവുന്നത്. അപ്പോൾ എല്ലാ ഒരു സ്റ്റേജ് ഏതാണ്, അതിൽ നമുക്ക് എന്തൊക്കെ ഡെഫിസിറ്റ്സ് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് ഫ്രോസൺ ഷോൾഡർ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള പോയിന്റ്. അപ്പോൾ നിങ്ങൾക്ക് അതോ ഫ്രോസൺ ഷോൾഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രീറ്റ് ചെയ്യുമ്പോൾ ഈ കാര്യം എന്തായാലും ശ്രദ്ധിക്കേണ്ടതാണ്.